ആയിഷയ്ക്ക് അസുഖം വളരെ കൂടുതലായിരുന്നു. താൻ ഇനി അധികകാലം ജീവിച്ചിരിക്കില്ലെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. അവൾ ഭർത്താവിനോട് ചോദിച്ചു, ഞാൻ മരിച്ചാൽ എത്ര ദിവസത്തിനുള്ളിൽ നിങ്ങൾ വേറെ വിവാഹം കഴിക്കും? ഭർത്താവ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാൻ ഇനി ഒരിക്കലും വിവാഹം കഴിക്കില്ല. ആയിഷ പറഞ്ഞു, ഇല്ല, നിങ്ങൾ വിവാഹം കഴിക്കണം. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, എങ്കിൽ നിന്റെ ഖബറിലെ മണ്ണ് ഉണങ്ങുന്നതുവരെ ഞാൻ വിവാഹം കഴിക്കില്ല. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു, ആയിഷ മരിച്ചു. ഭർത്താവ് എല്ലാ ദിവസവും ആയിഷയുടെ ഖബറിനടുത്ത് പോയി അവിടുത്തെ മണ്ണ് ഉണങ്ങിയോ എന്ന് നോക്കുമായിരുന്നു. എന്നാൽ ഖബറിലെ മണ്ണ് എപ്പോഴും നനഞ്ഞിരിക്കുന്നത് കണ്ട് ഭർത്താവ് അത്ഭുതപ്പെട്ടു. ഭർത്താവ് ചിന്തിക്കാൻ തുടങ്ങി, ഇത്രയും ദിവസമായിട്ടും എന്തുകൊണ്ടാണ് മണ്ണ് ഉണങ്ങാത്തത്? കാര്യമെന്താണെന്നറിയാൻ ഒരു ദിവസം അദ്ദേഹം അവിടെ ഒളിച്ചിരുന്നു. അപ്പോൾ ആയിഷയുടെ സഹോദരൻ ഖബറിനടുത്ത് വന്ന് കുറെ വെള്ളമൊഴിക്കുന്നത് അദ്ദേഹം കണ്ടു. ഭർത്താവ് ഓടിച്ചെന്ന് സഹോദരനോട് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ആയിഷയുടെ ഖബറിൽ വെള്ളമൊഴിക്കുന്നത്? സഹോദരൻ പറഞ്ഞു, മരിക്കുന്നതിന് മുൻപ് ആയിഷ എന്നോട് പറഞ്ഞിരുന്നു, എന്റെ ഖബർ ഉണങ്ങാൻ അനുവദിക്കരുത്, എല്ലാ ദിവസവും അതിൽ വെള്ളമൊഴിക്കണം, അതെനിക്ക് വലിയ സമാധാനം നൽകുമെന്ന്. ഇത് കേട്ടപ്പോൾ ഭർത്താവിന് ഒരു കാര്യം മനസ്സിലായി, മരിച്ചാൽ പോലും തങ്ങളുടെ ഭർത്താവിനെ മറ്റാർക്കും വിട്ടുകൊടുക്കാൻ സ്ത്രീകൾ ആഗ്രഹിക്കില്ല. ഇനി നിങ്ങൾ പറയൂ, ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തു തോന്നുന്നു? എല്ലാ ഭാര്യമാരും ഇതുപോലെയാണോ? Download ShareChat.